കൂട്ടുകാരെ, ഇന്നൊരു തക്കാളി അച്ചാർ കണ്ടാലോ? ആയ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇടാം, സവാള ഇടാം. കരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടാം. കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടാം. ഇഞ്ചി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ബാക്കി പൊടികളൊക്കെ ചേർക്കാം. പൊടി ചേർക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത്രയും വാളൻപൊടി കൂടി ചേർക്കുന്നുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് തുള്ളി വെള്ളം ചേർക്കരുത്. ഇതിൽ ഞാൻ അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല. ഒന്ന് അടച്ചു വെക്കാം. ആവശ്യ കറിവേപ്പിലയും വിതറാം. ഇളക്കി നോക്കാം. അപ്പം വിനാഗിരി കൂടി ചേർക്കാം. നമ്മുടെ തക്കാളി അച്ചാർ റെഡി. വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു ആഴ്ചയെങ്കിലും ഇരുന്നാൽ കേടാവത്തില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ടാറ്റാ.